പ്രിയമുള്ളവരെ, കേരളത്തിലെ സാമൂഹ്യ മാറ്റങ്ങൾക്ക് നിദാനമായ ഒത്തിരി പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. വെങ്ങാനൂരിലെ വില്ലുവണ്ടി സമരം തൊട്ട് കൊച്ചി കായലിലെ കായൽ സമ്മേളനം തുടങ്ങി ഒരുപാട് പ്രതിഷേധ സമരരൂപങ്ങൾ കണ്ട നാടാണ് നമ്മുടെ കേരളം. അത്തരത്തിൽ കേരളത്തിൽ എഴുതി ചേർക്കപ്പെടേണ്ട ഒരു സമര ചരിത്രമായിരുന്നു കുറേ കന്യാസ്ത്രീകൾ ഹൈക്കോടതി ജംഗ്ഷന് മുന്നിൽ നടത്തിയ സമരം. മഠത്തിൻ്റെ ചുവരുകൾക്കുള്ളിൽ നിന്ന് ശിരോവസ്ത്രം ധരിച്ച് കന്യാസ്ത്രീകൾ തെരുവിൽ പ്രതിഷേധിക്കുന്നത് കേരളം ആദ്യമായി കാണുകയായിരുന്നു. നീതിക്ക് വേണ്ടിയുള്ള കന്യാസ്ത്രീകളുടെ സമരത്തെ കേരളത്തിൻ്റെ പ്രബുദ്ധ സമൂഹം വേണ്ടവിധം ഏറ്റെടുത്തില്ല എന്നത് ഒരു ലജ്ജയോടെ നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ സംസാരത്തിന് കാരണമായത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഏഷ്യാനെറ്റിൽ കുറവിലങ്ങാട് മഠത്തിലെ ഈ അതിജീവിതയായ സിസ്റ്റർ റാണിറ്റ് തൻ്റെ സ്വകാര്യതയെല്ലാം ഒന്നും സൂക്ഷിക്കാതെ തുറന്നു പറച്ചിൽ നടത്തിക്കൊണ്ട് 13 തവണ താൻ അതിഹീനമായ രീതിയിൽ അപമാനവീകരണത്തിന് ഇരയായി, മാനഭംഗപ്പെടുത്തലിന് ഇരയായി എന്ന് അവർ ചാനലുകൾക്ക് മുൻപിൽ, ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് തുറന്നു പറയാൻ കാണിച്ച ഒരു ധൈര്യമാണ് അതേക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഇവിടെ സംസാരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഇതിന് പ്രേരണയായത് ഒരു യുക്തിവാദി സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു പുസ്തകമാണ്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഒരുപാട് നല്ല ഇടയന്മാർ അതിനെ നയിച്ചിട്ടുണ്ട്. എന്നാൽ അത്ര തന്നെ കുപ്രസിദ്ധരായ മാർപ്പാപ്പമാരും സഭയെ നയിച്ചിട്ടുണ്ട്. സഭയിലെ അധികാരികളിൽ സത്യസന്ധതയോടെ ക്രിസ്തു സമമായ സ്നേഹത്താൽ ഭരിതമായ മനസ്സുമായി സഭയെ നയിച്ച ഒരുപാട് ബിഷപ്പുമാരും മെത്രാന്മാരും മാർപ്പാപ്പമാരും ലോകചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. സത്യസന്ധമായ നിലപാടുകൾ എടുത്തതിൻ്റെ പേരിൽ റോമാ സാമ്രാജ്യത്താൽ വധിക്കപ്പെട്ട ആദ്യ മാർപ്പാപ്പമാർ വധിക്കപ്പെടുക എന്നത് ഒരു വാർത്ത പോലുമല്ലായിരുന്നു. 40-ലേറെ ആദ്യ മാർപ്പാപ്പമാർ റോമാ ഭരണാധികാരികളാൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം സഭാധികാരികളുടെ നല്ല ഇടയന്മാരുടെ ചരിത്രം കത്തോലിക്ക സഭയ്ക്ക് ഉള്ളതുപോലെ തന്നെ ലിയോ 10 പോലെയൊക്കെയുള്ള ഒരുപാട് കുപ്രസിദ്ധരായ മാർപ്പാപ്പമാരും ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കെതിരെ ഉറച്ച നിലപാടെടുത്തതിൻ്റെ പേരിൽ കത്തോലിക്ക സഭയിലെ ഒരു പിടി നിക്ഷിപ്ത താല്പര്യങ്ങൾക്കെതിരെ ഉറച്ച നിലപാടെടുത്തതിൻ്റെ പേരിൽ സ്വജീവൻ നഷ്ടപ്പെട്ട ഒരു മാർപ്പാപ്പയെക്കുറിച്ചാണ് എൻ്റെ ഇന്നത്തെ വർത്തമാനം. ദുരൂഹമായ രീതിയിൽ മരണപ്പെട്ട മാർപ്പാപ്പയുടെ പേര് ജോൺ പോൾ I എന്നായിരുന്നു. കേവലം 39 ദിവസം മാത്രം പോപ്പിൻ്റെ അധികാരസ്ഥാനത്തിരിക്കാൻ വിധിക്കപ്പെട്ട അദ്ദേഹം 1978 സെപ്റ്റംബർ 28 രാത്രിക്കും 29 പുലർച്ചയ്ക്കുമിടയിലുള്ള സമയത്ത് കൊല്ലപ്പെടുകയായിരുന്നു എന്ന് കരുതപ്പെടുന്നു. അത് അസ്വാഭാവിക മരണമായിരുന്നു. മാർപ്പാപ്പയുടെ ആ മരണം വലിയ വിവാദങ്ങൾ അഴിച്ചുവിട്ടു. ഒരുപാട് പത്രപ്രവർത്തകർ ഇതേക്കുറിച്ച് ഗൗരവമായ അന്വേഷണങ്ങൾക്ക് മുതിർന്നു. അത്തരമൊരു പത്രപ്രവർത്തകനാണ് ബ്രിട്ടീഷുകാരനായ ഡേവിഡ് യാലോപ്പ്. അദ്ദേഹം ഈ മാർപ്പാപ്പയുടെ ജോൺ പോൾ I ദുരൂഹമായ മരണത്തെക്കുറിച്ച് അന്വേഷണാത്മകമായ പത്രപ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ ഗ്രന്ഥത്തിൻ്റെ പേരാണ് ഇൻ ഗോഡ്സ് നെയിം അഥവാ ദൈവനാമത്തിൽ എന്ന് മലയാളീകരിക്കാവുന്ന ഗ്രന്ഥം. ലോകത്തിൽ 30-ലേറെ ഭാഷകളിലേക്ക് അതിൻ്റെ പരിഭാഷകൾ വന്നു. 1984 അതിൻ്റെ ആദ്യ പതിപ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. 1987
84 ആദ്യ പതിപ്പ് വന്ന ആ പുസ്തകത്തിൻ്റെ 6ാം പതിപ്പ് വരുന്നത് 2004 ഏതാണ്ട് 6 മില്യൺ 60 ലക്ഷം കോപ്പികളാണ് ആ പുസ്തകത്തിൻ്റെ ചിലവായിട്ടുള്ളത്. ഇൻ ഗോഡ്സ് നെയിം അഥവാ ദൈവനാമത്തിൽ എന്ന ഡേവിഡ് യാലപ്പിൻ്റെ കൃതി ആകസ്മികമായി വായിക്കാനിടയായതിൻ്റെ പശ്ചാത്തലത്തിലാണ് സിസ്റ്റർ റാണിറ്റിൻ്റെ ബിഷപ്പിനെതിരെയുള്ള വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ വളരെ കത്തോലിക്ക സഭയുടെ പേരിൽ അധികാരത്തിലിരുന്ന പലരുടെയും അധികാരപ്രമത്തതയും നിക്ഷിപ്ത താല്പര്യങ്ങളും എന്നിൽ ഒരു ചിന്ത ഉണർത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർത്തമാനം നടത്തുന്നത്. ജോൺ പോൾ ഒന്നാമൻ എന്ന പേരിൽ മാർപ്പാപ്പയായി അവരോധിക്കപ്പെടുന്നതിന് മുമ്പ്, കിരീടധാരണം ചെയ്യപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ഇറ്റലിയിലെ ഒരു കർദിനാളായിരുന്നു. അദ്ദേഹം ജനിച്ചത് ഇറ്റലിയിലെ വെനീസ് നഗരത്തിന് വടക്ക് ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശത്തിൽ ദരിദ്രരായ മാതാപിതാക്കളുടെ സന്തതിയായിട്ടാണ് ജനിച്ചത്. ആൽബിനോ ലൂസിയാനി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അച്ഛൻ ഒരു കറതീർന്ന സോഷ്യലിസ്റ്റായിരുന്നു. അത്ര മതവിശ്വാസിയുമായിരുന്നില്ല. എന്നാൽ അമ്മയാകട്ടെ കടുത്ത പള്ളിഭക്തിയായിരുന്നു. ആ അമ്മയുടെ പള്ളിഭക്തിയിൽ നിന്നാണ് കുട്ടിയായിരുന്ന ആൽബിനോ ലൂസിയാനയ്ക്ക് ക്രിസ്തുവിനോടും ക്രിസ്തുവിൻ്റെ ദർശനങ്ങളോടുമുള്ള അഭിനിവേശം ഉണ്ടാവുന്നത്. അത് അദ്ദേഹത്തെ ഒരു കർദിനാളായി രൂപാന്തരപ്പെടുത്തി. തുടർന്ന് 30ാമത്തെ വയസ്സിൽ അദ്ദേഹം മാർപ്പാപ്പയായി അവരോധിക്കപ്പെടുകയായിരുന്നു. ദരിദ്രരോടുള്ള പക്ഷപാതിത്വം നിറഞ്ഞ ഒരു മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കിരീടധാരണ ചടങ്ങ് തികച്ചും ലളിതമായിരുന്നു. വിലയേറിയ അംഗവസ്ത്രങ്ങൾ അണിഞ്ഞ് അദ്ദേഹം സ്ഥാനാരോഹണത്തിന് തയ്യാറായില്ല. തികച്ചും ലളിതമായിരിക്കണം തൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ലോകത്ത് ദരിദ്രർ ഉള്ള കാലത്തോളം യേശുവിൻ്റെ പേരിലുള്ള സഭ ദരിദ്രരുടെ സഭയായിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്ന ആ പിതാവ് കർശനമായി കത്തോലിക്ക സഭയുടെ വത്തിക്കാനിലെ ഒരുപാട് നിക്ഷിപ്ത താല്പര്യങ്ങളെക്കുറിച്ച് ഉള്ള കത്തോലിക്ക സഭ നിരോധിച്ച നിരവധി പുസ്തകങ്ങൾ വായിച്ച് സഭയുടെ കൊള്ളരുതായ്മകളെക്കുറിച്ചൊക്കെ സാമാന്യത്തിലേറെ ഗ്രഹിതമുണ്ടായിരുന്ന ഒരാളായിരുന്നു ജോൺ പോൾ ഒന്നാമൻ. രാഷ്ട്രീയ താല്പര്യങ്ങളിൽ നിന്നും നിക്ഷിപ്തമായ വാണിജ്യ താല്പര്യങ്ങളിൽ നിന്നും വിമോചിതമായ ഒരു സഭ രൂപപ്പെടണം എന്ന് ആഗ്രഹിച്ച ഒരു മാർപ്പാപ്പയായിരുന്നു ജോൺ പോൾ ഒന്നാമൻ. അദ്ദേഹത്തിന് പേപ്പൽ സെക്രട്ടേറിയറ്റിലെ ഒരുപാട് നിക്ഷിപ്ത താല്പര്യക്കാരെക്കുറിച്ച് തീർച്ചയായിട്ടും മുന്നറിവുണ്ടായിരുന്നു. പേപ്പൽ സെക്രട്ടേറിയറ്റ് എന്ന വത്തിക്കാനിലെ തിരുസഭയുടെ നടത്തിപ്പിലെ ഒരുപാട് അഴിമതികളെക്കുറിച്ചും ക്രമക്കേടുകളെക്കുറിച്ചും ധാരണയുണ്ടായിരുന്ന ജോൺ പോൾ ഒന്നാമൻ ആ ഈജിയൻ തൊഴുത്ത് വൃത്തിയാക്കാൻ മുന്നിട്ടിറങ്ങുക തന്നെ ചെയ്തു. വത്തിക്കാൻ്റെ സാമ്പത്തിക ക്രമക്കേടുകളുടെ ഒരു ഏകദേശ വിവരം മാർപ്പാപ്പയായി സ്ഥാനമേൽക്കുന്നതിന് മുൻപേ തന്നെ ജോൺ പോൾ ഒന്നാമൻ സാമാന്യേന ഗ്രഹിച്ചിരുന്നു. വത്തിക്കാൻ ബാങ്ക് എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ ബാങ്ക് അന്താരാഷ്ട്ര തലത്തിലെ ടാക്സ് വെട്ടിച്ച് സമാഹരിച്ച മൂലധനങ്ങൾ നിക്ഷേപിക്കാനുള്ള ഇടമായും മാറിയതിനെക്കുറിച്ചും അദ്ദേഹത്തിന് ധാരണയുണ്ടായിരുന്നു. അതോടൊപ്പം പേപ്പൽ സെക്രട്ടേറിയറ്റിലെ പലരുടെയും ഷെയർ മാർക്കറ്റുകളിലും അതുപോലെ മറ്റ് കമ്പോള രംഗത്തുമുള്ള വാണിജ്യ താല്പര്യങ്ങളെക്കുറിച്ചും സാമാന്യേന മനസ്സിലാക്കിയിട്ടുള്ള മാർപ്പാപ്പ അതിനെല്ലാം കടിഞ്ഞാണിടാനുള്ള ഒരു ശ്രമം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് അതിലെ ഒരു വലിയ വിഭാഗം അദ്ദേഹത്തിനെതിരായി. ആ കൂട്ടത്തിൽ കർദിനാൾമാരുണ്ടായിരുന്നു, മെത്രാന്മാരുണ്ടായിരുന്നു, അതുപോലെ പുരോഹിതന്മാരുണ്ടായിരുന്നു, കന്യാസ്ത്രീകളും ഉണ്ടായിരുന്നു. എന്തായാലും 1978 സെപ്റ്റംബർ 28 രാത്രി തൻ്റെ ഉറക്കറയിലേക്ക് പ്രവേശിച്ച ജോൺ പോൾ ഒന്നാമൻ അദ്ദേഹത്തെ വിളിച്ചുണർത്താൻ നിയോഗിക്കപ്പെട്ട ഒരു കന്യാസ്ത്രീ രാവിലെ വന്ന് അദ്ദേഹത്തിൻ്റെ കിടപ്പുമുറി തുറക്കുമ്പോൾ കട്ടിലിൽ ആ മെത്തയിൽ മരിച്ചു കിടക്കുന്ന നിലയിലാണ് കാണപ്പെട്ടത്. വത്തിക്കാനെയും മാർപ്പാപ്പയെയും മുൻനിർത്തി വിശുദ്ധ പത്രോസിൻ്റെ പാറയെ ചുറ്റിപ്പറ്റി ഒരു വലിയ നിക്ഷിപ്ത താല്പര്യക്കാരുടെ സംഘം എക്കാലത്തും
നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്രിമിനൽ സംഘത്തിൻ്റെ നടപടിയുടെ ഫലമായിട്ടാണ് 1978 സെപ്റ്റംബർ 28 രാത്രിയിൽ ജോൺ പോൾ ഒന്നാമൻ കൊല്ലപ്പെട്ടത്. അതേക്കുറിച്ചുള്ള ഡേവിഡ് ആലപ്പിൻ്റെ പ്രസിദ്ധമായ അന്വേഷണാത്മകമായ ഗ്രന്ഥം പുറത്തു വന്നിട്ട് ഇപ്പോൾ 4 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കുറവിലങ്ങാട് സഭയിലെ സിസ്റ്റർ റാണിറ്റയുടെ വെളിപ്പെടുത്തലുകൾ വരുന്നതോടുകൂടി ഈ സഭയിലെ ഒരു മാർപ്പാപ്പയ്ക്ക് ഉണ്ടായ അനുഭവം ഇത്രമാത്രം കടുത്തതാണെങ്കിൽ ഒരു സാധാരണ കന്യാസ്ത്രീക്ക് ഇതിലേറെ ഉണ്ടാവുന്നതിൽ നാം അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ കേരളീയ സമൂഹം കന്യാസ്ത്രീകളുടെ സമരത്തോട് കാണിച്ച അലംഭാവം പോലെ സിസ്റ്റർ റാണിറ്റയുടെ വെളിപ്പെടുത്തലിനോട് കേരളത്തിലെ പ്രബുദ്ധ സമൂഹം ഇത്രമാത്രം അലംഭാവത്തോടുകൂടി പ്രതികരിച്ചുകൂടാ. തീർച്ചയായിട്ടും നീതി നിഷേധത്തിനെതിരെ ഒരു ക്രൈസ്തവ സ്നേഹത്തിൻ്റെ വലിയ പ്രതിഷേധം കേരളീയ സമൂഹത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ റാണിറ്റയ്ക്ക് എല്ലാവിധ പിന്തുണയും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ സംഭാഷണം നിർത്തുന്നു. നമസ്കാരം.